സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റിയുടെ സിനിമയോടൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 26-ന് വൈകിട്ട് 5 മണിക്ക് ക്രിസ്റ്റൽ സ്യൂട്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ താരം ഇന്ദ്രൻസ് പ്രകാശന കർമ്മം നിർവഹിക്കും. കെ രമ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. റൂറൽ പോലീസ് മേധാവി മെറിൻ ജോസഫ് മുഖ്യാതിഥിയാവും. കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായ പപ്പൻ നരിപ്പറ്റ മലബാറിൽ നിന്നൊരു മണിമാരൻ, ജ്വലനം, കരിക്കണ്ണൻ, വയസ്സെത്രയായി, തമിഴിൽ മഴക്കാലം എന്നീ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 60-ൽ പരം സിനിമകളുടെ സഹസംവിധായകനായി പ്രവർത്തിച്ച ഇദ്ദേഹം ടെലിവിഷൻ പരമ്പരകളും ചെയ്തിട്ടുണ്ട്. പപ്പൻ നരിപ്പറ്റയുടെ 40 വർഷത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് സിനിമയോടൊപ്പം എന്ന പുസ്തകം. എൻ്റെ ജീവിതത്തിൽ സിനിമയോടുള്ള ഒരു പ്രത്യേക തരത്തിൽ വേണമെങ്കിൽ പറയാം, ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ തന്നെ പറയട്ടെ. ഞാനൊക്കെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരുപാട് സിനിമ കാണുകയും സിനിമയിലുള്ള താരങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആ സമയത്ത് തന്നെ ഒരുപാട് സ്കൂൾ നാടകങ്ങളിലും അതുപോലെ അമേച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയും സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ഒരു വിവഞ്ചിക എന്ന് പറയുന്നൊരു കലാസമിതി ഉണ്ടാക്കി ആ കലാസമിതിക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ട് സിനിമയിൽ പോയിക്കൂടാ എന്ന് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കുറച്ച് കലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, നീ എങ്ങനെ സിനിമയിലെത്തും? സിനിമയിലെത്തേണ്ടതായ കഴിവ് നിനക്കുണ്ടോ? സിനിമക്ക് ആ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ വല്ലാത്തൊരു ഐത്തമെന്ന് പറയാൻ പറ്റില്ല, സിനിമയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഏകദേശം 40-42 വർഷം മുമ്പുള്ള കഥയാണ്. എന്തുകൊണ്ട് സാധിക്കില്ല? സാധിക്കാത്തത് സാധിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ കരുതി കൂട്ടുന്നു, സിനിമയിൽ എന്തെങ്ങാവണം, ഏത് അഭിനയിക്കണം എന്നായിരുന്നു ആദ്യം എനിക്ക് മോഹം. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ സംവിധാനം പഠിക്കുക എന്നുള്ള രീതിയിലോട്ട് ചെന്നൈ ചെന്നു. ഒരുപാട് പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ ഏകദേശം 60-ൽ പരം സിനിമകൾ ഞാൻ ഏകദേശം 8-9 വർഷം കൊണ്ട് സംവിധാന സഹായി, സഹസംവിധാനം, അസോസിയേറ്റ്, ഇങ്ങനെ നിലകളൊക്കെ കുറേ പടം വർക്ക് ചെയ്തു. അതിൽ സൂപ്പർ ഹിറ്റ് പടങ്ങളുണ്ട്, ഒളിഞ്ഞുപോയ പടങ്ങളുണ്ട്. വലിയ വലിയ ഡയറക്ടേഴ്സ് എന്നൊക്കെ അവർ വലിയ മലയാള സേവയിൽ നിൽക്കുന്ന ജോഷിയെ പോലത്തെ, രാജസേനെ പോലത്തെ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഒരിക്കൽ ഒരു കഥ പറയാൻ രക്ഷയില്ല. KP ഉമ്മറിൻ്റെ കത്തുമായിട്ട് ഞാൻ KS സേതുമാധവൻ എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ടുള്ളൂ, അല്ലേ? 5 വർഷമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംവിധാനം എന്താ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുമെന്ന് KP ഉമ്മർ എന്ന് പറയുന്ന മലയാളത്തിലെ മഹാനായ വില്ലൻ നടൻ എന്നെ ഉപദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ കത്തുമായിട്ട് ഞാൻ. വാർത്താ സമ്മേളനത്തിൽ പപ്പൻ നരിപ്പറ്റ, PP രാജൻ, സുഗ്നേഷ് കുറ്റിയിൽ, മണലിൽ മോഹനൻ എന്നിവർ പങ്കെടുത്തു.